നമസ്കാരം, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ NDPCയുടെ ഗ്രൂപ്പ് ഡിയുടെ തുടങ്ങിയ എക്സാമുകളിലെ റീസണിങ്ങിൻ്റെ ക്ലാസ്സുകളാണ്. നമ്മൾ ഓൾറെഡി അനലോഗി ക്ലാസിഫിക്കേഷനൊക്കെ എടുത്തായിരുന്നു. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കോഡിംഗ് ഡീകോഡിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ എല്ലാവരും ക്ലാസ്സിൽ ശ്രദ്ധയോടെ ഇരിക്കും. ഇപ്പോൾ കോഡിംഗ് ഡീകോഡിംഗ് ആണ്. അപ്പോൾ കോഡിംഗ് ഡീകോഡിങ്ങിൻ്റെ ഒരു പ്രീവിയസ് ആയിട്ട് NDPCക്കും അതുപോലെ ഗ്രൂപ്പ് ഡിക്കൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതേപോലെ കോമൺ ആയിട്ട് നമ്മളൊരു ഒരു കൺസെപ്റ്റ് മനസ്സിലാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ രീതിയിലേക്ക് പോകാം. അപ്പോൾ കോഡിംഗ് ഡീകോഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് രീതിയിലാണ് നമുക്ക് എക്സാംസിന് ക്വസ്റ്റ്യൻ വരുന്നത്. അതായത് ആൽഫബറ്റ് ടു ആൽഫബറ്റ്. കോഡിംഗ് ഡീകോഡിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് സംഭവം? നമ്മൾ കോഡ് ഭാഷ എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ ഈ കോഡ് ഭാഷ എന്ന് പറയുമ്പോൾ എന്താണ്? അത് ഒരു കാര്യത്തെ നമ്മൾ വേറൊരു ഭാഷയിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ആ ഒരു കോഡ് ഭാഷ അറിയാവുന്ന ആൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, അത് തിരിച്ച് ഡീകോഡ് ചെയ്ത് എന്താണ് കാര്യം എന്ന് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഇവിടെ സംഭവം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ കോഡ് ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു പാറ്റേൺ വേണം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ചത് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു പാറ്റേൺ ഫോളോ ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചതിനെ ഡീകോഡ് ചെയ്യാൻ പറ്റും. അന്നേരം എന്തെങ്കിലും ഒരു പ്രത്യേക പാറ്റേൺ ഫോളോ ചെയ്യുന്ന രീതിയിലായിരിക്കും എന്ത് വരുന്നത്, കോഡിങ് വരുന്നത്. അപ്പോൾ ആ പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ച് എന്ത് ചെയ്യുക, തിരിച്ചെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് രണ്ട് രീതിയിൽ, അതായത് ആൽഫബറ്റ് ടു ആൽഫബറ്റ് എന്ന് പറയുമ്പം നമ്മുടെ ABCDയിലെ അക്ഷരങ്ങളില്ലേ, അവർക്ക് പകരം വേറെ അക്ഷരങ്ങൾ തന്നെ എന്ത് ചെയ്യുക, കോഡിങ്ങിനായിട്ട് ഉപയോഗിക്കുക. അതാണ് ആൽഫബറ്റ് ടു ആൽഫബറ്റ് എന്ന് പറയുന്നത്. ആൽഫബറ്റ് ടു നമ്പർ എന്ന് പറയുമ്പോൾ ഓരോ ആൽഫബറ്റിന് പകരം എന്ത് ചെയ്യുക, വേറൊരു നമ്പർ ഉപയോഗിക്കുക. ആ നമ്പർ ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേക പാറ്റേണിലായിരിക്കും. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. ആദ്യം നമുക്ക് ആൽഫബറ്റ് ടു ആൽഫബറ്റ് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ദിശ അക്കാഡമിയുടെ ദിശ ആപ്പ് വഴി നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സുകളൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കേൾക്കാനും അതേപോലെ എക്സാമിന് കൂടുതൽ ഇതായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ദിശ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. നമ്മുടെ NDPCയുടെ ക്ലാസ്സുകൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. അതേപോലെ തന്നെ ALP, RPF അതിനുള്ള ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ SSCയുടെ CGL, CHSL തുടങ്ങിയ ക്ലാസ്സുകളും ദിശ ആപ്പ് വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പ്ലേ സ്റ്റോറിൽ നമ്മുടെ ദിശ ആപ്പ് അവൈലബിൾ ആണ്, അത് ഡൗൺലോഡ് ചെയ്യുക. ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, നമുക്കിനി ആൽഫബറ്റ് ടു ആൽഫബറ്റിലേക്ക് പോകാം. അപ്പോൾ അതിനകത്തെ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇപ്പോൾ എന്താണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നോക്കി, ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് ബീർബൽ ഈസ് റിട്ടൺ ആസ് RIB അല്ലേ. ഇപ്പോൾ നോക്കി, ബീർബൽ എന്ന് പറയുന്നത് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, RIBLAB. ഇപ്പോൾ നിങ്ങൾ നോക്കി, ഈ ബീർബൽ എന്ന് പറയുന്ന ലെറ്റേഴ്സിലെ അക്ഷരങ്ങൾ ആ വേർഡിലെ ലെറ്റേഴ്സ് തന്നെയാണ് തിരിച്ച് കോഡ് ചെയ്തപ്പോഴും വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് അവിടെ സംഭവം എന്ന് വെച്ചാൽ അവരെ എന്ത് ചെയ്തിരിക്കുകയാണ്, ഒന്ന് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് അല്ലേ. ഒന്ന് അറേഞ്ച് ചെയ്താൽ മതി. അതായത് വേറെ നമ്മൾ ഒരു അക്ഷരത്തിന് പകരം ഒരു അക്ഷരം എന്നുള്ള രീതിയിലല്ല, കാരണം അതിലെ അക്ഷരങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത് കൊണ്ട് അവരെ ഒന്ന് അറേഞ്ച് ചെയ്താൽ ആൻസർ ആയില്ലേ. അപ്പോൾ എങ്ങനെയാണ് അറേഞ്ച്മെൻറ്റ് വന്നതെന്ന് നോക്കി, നമുക്ക് പെട്ടെന്ന് എങ്ങനെ എടുക്കാമെന്ന് വെച്ചാൽ ഇവരെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തേ, മൂന്നായിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്തേ. നോക്കി, B ഇങ്ങോട്ട് വന്നു, I ഇങ്ങോട്ട് വന്നു, R ഇങ്ങോട്ട് വന്നു, ശരിയല്ലേ. ഇവിടെ നോക്കി, B ഇങ്ങോട്ട് പോയി, A ഇങ്ങോട്ട് പോയി, L ഇങ്ങോട്ട് പോയി. ഇപ്പോൾ എന്താണ് കാര്യം എന്ന് മനസ്സിലായി. അവരെ 3 പേരായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ചോദിച്ചേക്കുന്നത് എന്താണ്, ഡീസൽ എന്ന് പറയുന്ന വേർഡാണ്. അപ്പോൾ അത് നോക്കാം. ഡീസൽ എന്ന് പറയുന്ന വേർഡ് എടുത്താൽ അതിനെ എന്ത് ചെയ്യുക, അപ്പോൾ അവിടെ 6 അക്ഷരം തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ D ഇങ്ങോട്ട്, I ഇങ്ങോട്ട്, ഇങ്ങോട്ട് അല്ലേ. അതായത് EID. ഇതും അതേപോലെ മാറ്റിയാൽ പോരെ. ഇവിടെ എങ്ങനെ മാറിയോ അതേപോലെ ഇവിടെ മാറ്റി. ഇപ്പോൾ LES, EID LES എന്നാണ്. ഓപ്ഷൻ A ആണ് നമ്മുടെ ഫൈനൽ ആൻസർ. കാര്യം ക്ലിയർ ആയോ? അപ്പോൾ എന്താണ് ചെയ്തത്, അതിലെ അക്ഷരങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തത് കൊണ്ട് കാര്യങ്ങൾ എളുപ്പമായി. അതേപോലെ തന്നെ എന്ത് ചെയ്താൽ നമുക്ക് ചോദിച്ചേക്കുന്ന ക്വസ്റ്റിനെ മാറ്റി കൊടുത്താൽ എന്ത് കിട്ടും, ആൻസർ കിട്ടും. അപ്പോൾ ഇതാണ് കോഡിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതി. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെയും ഇൻ എ സർട്ടൻ കോഡ് എഡീഷൻ ഈസ് റിട്ടൺ ആസ് IDETNO. അപ്പോൾ നോക്കിയേ, എഡീഷൻ എന്ന് പറയുന്ന വേർഡിലെ ലെറ്റേഴ്സ് തന്നെയാണ്. അപ്പോൾ എന്ത് മനസ്സിലാക്കുക, അതിനകത്ത് എന്ത് ചെയ്താൽ മതി, ഇത് അറേഞ്ച്മെൻറ്റ് ചെയ്താൽ ആൻസർ ആകും. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതിലെ അക്ഷരങ്ങൾ തന്നെ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, അവിടെ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്താൽ മതി, അല്ലാതെ പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്യേണ്ട. ഇപ്പോൾ നോക്കി, ഇവിടെ നിങ്ങൾ നോക്കി എങ്ങനെയാണ് ഇവിടെ ഒരു അറേഞ്ച്മെൻറ്റ് വന്നതെന്ന് നോക്കി. ഇവിടെ എങ്ങനെയാണ് അത് സ്പ്ലിറ്റിങ് വന്നത്, ഇവിടെ 3 വെച്ച് സ്പ്ലിറ്റ് ചെയ്യാം. പക്ഷേ എന്താണ്, ഈ Tക്ക് നേരെ T തന്നെയാണ് വന്നത്. അതായത് ആ Tക്ക് മാറ്റമില്ല, മനസ്സിലായോ, ആ Tക്ക് മാറ്റമില്ല, Tയുടെ നേരെ T തന്നെ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ E ഇങ്ങോട്ട് വന്നു, D ഇങ്ങോട്ട് വന്നു, I ഇങ്ങോട്ട് വന്നു. ഇവിടെ നോക്കിയാൽ I ഇങ്ങോട്ട്, O ഇങ്ങോട്ട്, N ഇങ്ങോട്ട്. നേരത്തെ ചെയ്ത പോലെ ഒരു വ്യത്യാസം, ഇവിടെ 7 അക്ഷരമുണ്ട്, 4ാമത്തെ അക്ഷരത്തിന് എന്തില്ല, മാറ്റമില്ല. ഓക്കെ, ക്ലിയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദിച്ചേക്കുന്ന മെഡിക്കൽ എന്നുള്ള വേർഡാണ്. അപ്പോൾ മെഡിക്കൽ എന്നുള്ള വേർഡ് എടുത്താൽ അവിടെ എന്ത് ചെയ്ത്, ഇവിടെ എങ്ങനെയാണോ മാറിയത് അതേപോലെ ഇവിടെ മാറ്റുക. ഓക്കെ, എന്നിട്ട് നോക്കി, ആദ്യത്തെ 3 പേരെ അങ്ങ് മാറ്റി, 4ാമത്തെ ആളിനെ എന്ത് ചെയ്യരുത്, മാറ്റരുത്, അത് അതേപോലെ എഴുതുക. ഓക്കെ, ഇനി എന്ത് M ഇങ്ങോട്ട് വരും, E ഇങ്ങോട്ട് വരും, D ഇങ്ങോട്ട് വരും.
അപ്പോൾ ഇത്രയും കിട്ടുമ്പോൾ തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഓപ്ഷനിലേക്ക് നോക്കി DEM എന്ന് വരുന്ന ഓപ്ഷൻ, DEM എന്ന് വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. അന്നേരം തന്നെ എന്ത് ചെയ്യാം, ഇവിടെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാം. അവിടെ ടൈം എന്താവും, ബാക്കിയുള്ളത് എഴുതാനുള്ള ടൈം എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. കാരണം നിങ്ങൾക്കറിയാം എക്സാമിന് നമുക്ക് കിട്ടുന്ന ഓരോ സെക്കൻഡും എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എത്രയും ടൈം നമുക്ക് സേവ് ചെയ്യാവോ അപ്പോൾ അത്രയും ടൈം സേവ് ചെയ്ത് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്ത് ഇവിടെ ആ ഒരു DEM ഇവിടെ DI എന്നാണ്. അപ്പോൾ അത് കിട്ടുമ്പോൾ തന്നെ എന്തായി, ആൻസറായി. നമ്മൾ ബാക്കി എടുത്താലും ആൻസറിനകത്ത് ചേഞ്ച് ഒന്നുമില്ല. LAC കണ്ടോ, അതേപോലെ തന്നെ അല്ലേ വന്നേ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പം ഇവിടെ ഫൈനൽ ആൻസർ എന്താണ്, ഓപ്ഷൻ D ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ വരുമ്പോൾ ടീം എന്ന് പറയുന്നത് WHDP. ഇപ്പോൾ നോക്കിയേ, ഇവിടെ ടീം എന്ന് പറയുന്ന വേർഡിലെ അക്ഷരങ്ങൾ തന്നെ അല്ല വന്നത്. അപ്പോൾ എന്താണ്, അവിടെ എന്തോ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ നോക്കിയേ, ടീം എന്ന് പറയുന്ന വേർഡ് നിങ്ങൾ എഴുതുമ്പോൾ താണ്ട് ഇങ്ങനെ എഴുതുക, നമ്മൾ അനലോഗിയിൽ പറഞ്ഞ പോലെ തന്നെ ടീം എന്ന് എഴുതുക, WH ഇതിന് നേരെ തന്നെ എഴുതുക. എന്നിട്ട് എന്താണ് അവിടെ വന്നേക്കുന്ന ഒരു കോഡിങ് എന്താണെന്ന് മനസ്സിലാക്കുക. നോക്കിയേ, Tക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വന്നേക്കുന്നത് W ആണ്. ഇതിലെ അക്ഷരങ്ങളല്ല, അതുകൊണ്ടാണ് ഞാൻ അറേഞ്ച്മെൻ്റ് എന്നുള്ള രീതി നോക്കാൻ. കാരണം ടീം എന്ന് പറയുന്ന ആ വേർഡിലെ അക്ഷരങ്ങളെ അല്ല വന്നേക്കുന്നത്. ഇപ്പോൾ T to W എന്താണ് കണക്ഷൻ നോക്കിയേ. ഇപ്പോൾ T ഇതാണ്ട്, W ഇതാണ്ട്. അപ്പോൾ എന്താണ്, കൂടിപ്പോയിരിക്കുകയല്ലേ, ഒരു പ്രത്യേക രീതിയിൽ കൂടിപ്പോയിരിക്കുകയാണ്. അപ്പോൾ എന്താണ്, അതിനാണ് ഞാൻ ഇവിടെ ആൽഫബറ്റ് എഴുതി. ഇപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഓൾറെഡി അനലോഗിയുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. A മുതൽ Z വരെ നമ്മളിങ്ങനെ എഴുതുന്ന കാര്യമൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്താണ്, T20 ആണ്, W23 ആണ്. അതായത് എന്താണ്, 3 ആഡ് ചെയ്ത് പോയി, 3 കൂട്ടി വന്നു. ഇനി E to H നോക്കിയേ, E 5 ആണ്, H എന്ന് പറയുന്നത് 8 ആണ്. അവിടെ എന്താണ്, 3 കൂടിയല്ലേ, അവിടെ 3 കൂടിയാണ്. A 1 D 4 അവിടെ എന്താണ്, അവിടെ 3 കൂടിയാണ്. വീണ്ടും M to P, M 13 P 16 അവിടെ എന്താണ്, 3 കൂടിയാണ് വന്നത്. അപ്പോൾ കാര്യം എന്താണ്, ഓരോ അക്ഷരത്തിൻ്റെ കൂടെ 3 കൂട്ടി കൂട്ടി എഴുതിയാൽ മതി. അതാണ് നമ്മുടെ ഇവിടുത്തെ കോഡിങ്. അതായത് +3 എന്നുള്ളതാണ് ഇവിടുത്തെ കോഡിങ് എന്ന് പറയുന്നത്. ചോദിച്ചേക്കുന്ന വേർഡ് എന്താണ്, കോയിൻസ് എന്നുള്ളതല്ലേ, അതും അതേപോലെ അങ്ങ് ചെയ്താൽ പോരെ. അതായത് എല്ലാത്തിൻ്റെയും കൂടെ എന്ത് ചെയ്യുക, 3 ആഡ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യത്തെ ലെറ്റർ ഇടുമ്പോൾ തന്നെ ഓപ്ഷൻസ് ഒക്കെ നോക്കി നോക്കി പോവാം. C3 3 + 3 6 F വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിലേതോ ഒന്നാണ് ആൻസർ. അപ്പോൾ അത് നോക്കിയാൽ മതി. വേണമെങ്കിൽ ഇവിടെ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാം. അടുത്തതാണ്ട് 6L, ഇത് രണ്ടിടത്ത് സെയിം അല്ലേ. ഇപ്പോൾ എന്തായാലും 6L വരൂ. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിന്തിച്ചെടുക്കാം. നിങ്ങൾ നോക്കിയാലും താണ്ട് അങ്ങനെ വരും. I+3 താണ്ട് L അല്ലേ. അപ്പോൾ അടുത്ത എന്താണ്, അപ്പോൾ ഇവിടെ Q ആണോ B ആണോ എന്നുള്ളതാണ് ആൻസറിനെ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ നോക്കി N അല്ലേ, N+3 നോക്കി, N 14 14 3 17 Q ആണ്. അപ്പോൾ തന്നെ ആൻസറായി. ഓപ്ഷൻ A ആണ് ഫൈനൽ ആൻസറായിട്ട് വരും. അപ്പം ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടൈം സേവ് ചെയ്ത് തന്നെ ചെയ്തു പോകാം. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ മനസ്സിൽ വെച്ച് ചെയ്യുക. അപ്പോൾ എപ്പോഴും നമ്മൾക്ക് ഫുള്ള് കണ്ടുപിടിക്കണമെന്നില്ല, ഓപ്ഷനിൽ നോക്കിയും എന്ത് ചെയ്യാം, ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, നിങ്ങൾ അവസാനത്തെ എടുത്താലും നാണ്ട് S+3 19 3 22 V തന്നെയല്ല വരുന്നത്. അപ്പോൾ എന്തെങ്കിലും മാറ്റമുണ്ടോ, നമ്മൾ എടുത്ത ആൻസർ തന്നെയാണ് വരുന്നത്. അപ്പം ആ ഒരു രീതിയിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ അറേഞ്ച്മെൻ്റ് അല്ല, കാര്യം കാണാൻ മനസ്സിലാവും. ലിക്വിഡ് എന്ന് പറയുന്ന വേർഡിലെ അക്ഷരങ്ങളെ അല്ല. P M U Y M H. ഇപ്പോൾ നോക്കി L to P, L 12 P 16. ഓക്കെ, അവിടെ 4 ആഡ് ചെയ്തല്ലേ, 4 കൂടിയല്ലേ വന്നേ. I to M എടുത്താൽ I 9 M 13 അവിടെ എന്താണ്, 4 കൂടിയാണ് വന്നേ. Q to U എടുത്താലോ, Q 17 U 21 അവിടെ 4 കൂടി. ഓക്കെ, U to Y 21 25 അവിടെ 4. വീണ്ടും I to M I 9 M 13 അവിടെ 4. D to H ആണ്, D 4 H 8 അപ്പോൾ അവിടെ 4 കൂടി. ഇപ്പോൾ എല്ലാം 4 കൂടിയാണ്. അപ്പോൾ അതേപോലെ എന്ത് ചെയ്താൽ മതി, നമുക്ക് ചോദിച്ചേക്കുന്ന സ്പേസ് എന്ന് പറയുന്ന വേർഡാണ്. അതിനെ എന്ത് ചെയ്താൽ മതി, 4 വീതം ആഡ് ചെയ്ത് എല്ലാത്തിനെയും 4 ചെയ്ത് ആഡ് ചെയ്താൽ എന്താവും, ആൻസർ ആവും. ഇപ്പോൾ നോക്കാം, S+4 19 + 4 23 W. ഇപ്പോൾ W വരുന്ന 3 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്കൊന്നും കട്ട് ചെയ്യാം, അവിടെ ഓപ്ഷൻ C കട്ട് ചെയ്യാം, ബാക്കി 3 എണ്ണം കിടക്കാണ്. P+4 16 4 20 T WT എന്ന് വരുന്ന ഓപ്ഷൻ Aയും Bയും. അപ്പോൾ അത് നോക്കിയാൽ മതിയല്ലോ. ഇനി അടുത്ത A+4 1 4 1 4 5 അതായത് E. ഓക്കെ, ആൻസറായി WTE. ബാക്കി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, WTE എന്ന് വരുന്ന ഒരേ ഒരു ഓപ്ഷൻ. ഇങ്ങനെ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി ഒരു 5-10 സെക്കൻഡ് ആയിരിക്കും, പക്ഷെ അതും എന്താണ്, എക്സാമിന് അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെയും അറേഞ്ച്മെൻ്റ് അല്ല എന്നുള്ളത് ക്ലിയർ ആണ്. ഇപ്പോൾ എന്താണെന്ന് നോക്കാം. ഓപ്ഷൻ എന്നുള്ളത് B D V I S Z. ഇപ്പോൾ നോക്കാം, 8 നിന്ന് Bയിലേക്ക് എന്താണ് തൊട്ടടുത്ത അക്ഷരം, അതായത് +1 എന്ന് പറയാം. B to D ആണെങ്കിലോ +2 ആണ്. മനസ്സിലായി. അപ്പോൾ എല്ലാം നമുക്ക് ആദ്യം ഒരു +1 വന്നെന്ന് കരുതി
എല്ലാം +1 ആകണമെന്നില്ല. ആ ഒരു കാര്യം മനസ്സിൽ വെക്കുക. മാറി മാറി വരാം. ഇവിടെ +2 വന്നു. ഇനി അടുത്ത് നോക്കിയേ S2V 19 22 +3. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. 1 2 3 അങ്ങനെയാണ് അടുത്ത 4 വരുന്നത് നോക്കാം. E2I E5 I9. അപ്പോൾ ക്ലിയർ ആയി. 1 2 3 4. അപ്പോൾ എന്തായിരിക്കും 5 6 ആയിരിക്കും. വേണമെങ്കിൽ നിങ്ങൾ ലാസ്റ്റിലത്തെ T ഒന്ന് കൺഫേം ചെയ്യാം. T20 6 കൂട്ടിയാൽ Z വരുന്നുണ്ടല്ലോ. അതായത് 1 2 3 ഓർഡറിലാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ സ്കൂൾ എന്നുള്ള വേർഡാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണോ ആ ഓർഡർ തന്നെ കൊടുക്കുക. അതായത് +1 +2 ആ ഓർഡർ തെറ്റാതെ അതേപോലെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. എസിൻ്റെ തൊട്ടടുത്ത ലെറ്റർ T. എല്ലാ ഓപ്ഷനും T ആണ്. അപ്പോൾ അത് കാര്യമില്ല. C+2 3 2 5 E. അതായത് TE എന്ന് വരുന്ന ഓപ്ഷൻ. TE എന്ന് വരുന്ന ഓപ്ഷൻ ഇത് രണ്ടും കട്ട് ചെയ്യാമല്ലോ. അപ്പോൾ നിങ്ങൾ വീണ്ടും ഈ 2 ഓപ്ഷനിലേക്ക് നോക്കി. അടുത്ത രണ്ടിടത്തും K ആണ്. അപ്പോൾ എന്തായാലും K വരും. അപ്പോൾ അത് കണ്ടുപിടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. രണ്ടിടത്തും K ആയതുകൊണ്ട് K വരും. അടുത്ത ഡിഫറൻ്റ് ആണ്. അത് വെച്ചിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താം. O 15 15 4 15ൻ്റെ കൂടെ വരുമ്പോൾ 4 ആണ് അല്ലേ. 4 19. അപ്പോൾ S ആൻസറായി ഓപ്ഷൻ B ആണ്. ഓക്കെ, നിങ്ങൾ അടുത്ത നോക്കിയാൽ അതന്നെയല്ല ഒരുപാട്. O+5 ആണ് അടുത്ത 15 5 20 T എന്നല്ലേ ഇവിടെ കിടക്കുന്നത്. അപ്പോൾ എന്താണ് അവിടെ വെച്ച് തന്നെ നമുക്ക് ആൻസർ ഫിക്സ് ആയി. ഓപ്ഷൻ B ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പോൾ കിങ്സ് എന്ന് പറയുന്ന വേർഡ് RFMHJ. അങ്ങനെയാണെങ്കിൽ Q എന്ന് പറയുന്ന വേർഡ് എങ്ങനെ വരുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോക്കി നിങ്ങളിവിടെ എന്താണ് കണക്ഷൻ നോക്കി. K to R നോക്കിയാൽ K 11 R 18. അപ്പോൾ +7 എന്ന് വരും. വീണ്ടും I to F എടുത്താലോ. I to F എടുത്താൽ I 9ഉം F 6ഉം ആണ്. അപ്പോൾ കുറഞ്ഞാണ് വരുന്നത്. -3 എന്ന് വരും. വീണ്ടും N to M എടുത്താൽ -1 വരും. അപ്പോൾ എല്ലാം ഒരു വേറെ വേറെ രീതിയിലാണ് പോകുന്നത്. ഇങ്ങനെ എടുത്താൽ നമുക്ക് ഇവിടെ ആൻസർ വരുമോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് ഇവിടെയും +7 എടുത്താൽ Q+7 എടുത്താൽ എന്ത് വരുമെന്ന് നോക്കിയാൽ 17 7 24 X തുടങ്ങുന്ന ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. അതായത് നമ്മൾ ഈ കണ്ടുപിടിച്ച രീതി തെറ്റാണ്. അതിൻ്റെ അർത്ഥം നേരെ നേരെ അല്ല. കാര്യം മനസ്സിലായോ? അപ്പോൾ നേരെ നേരെ അല്ല ഇവിടെ കോഡിങ് വന്നിരിക്കുന്നത്. അതാദ്യം മനസ്സിലാക്കുക. നേരെ നേരെ അല്ല. അപ്പോൾ എന്ത് ചെയ്യാം, വേറെ എന്തെങ്കിലും രീതിയിലാണോ എന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. കിങ്സ് എന്ന് പറയുമ്പം ഇതിന് വന്നിരിക്കുന്നത് RFMHJ. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ 6 നമുക്ക് K-വായിട്ടല്ലാതെ വേറെ എന്തിനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ? ഈ S-വായിട്ട് കണക്ട് ചെയ്യൂടെ. എസിൻ്റെ തൊട്ടിപ്പുറത്തെ ലെറ്റർ അല്ലേ. അതായത് ഇങ്ങോട്ട് കണക്ട് ചെയ്തുകൂടെ. അതായത് -1 എന്ന് എഴുതാമല്ലോ. വീണ്ടും G to F നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കിയാൽ GF Gയുടെ തൊട്ട് മുമ്പത്തെ ലെറ്റർ അല്ലേ. അതായത് ഇവിടെ എന്ത് പറയാം -1 എന്ന് പറഞ്ഞൂടെ. N to M -1 അല്ലേ. I to H Iയുടെ തൊട്ട് മുമ്പത്തെ ലെറ്റർ അല്ലേ. Kയുടെ മുമ്പത്തെ ലെറ്റർ അല്ലേ J. അപ്പോൾ ഇവിടെ എന്താണ് -1 ആണ്. പക്ഷെ എന്താണ് റിവേഴ്സ് ഓർഡർ ആണ്. ഓക്കെ, കാര്യം മനസ്സിലായോ? അപ്പോൾ അങ്ങനെ റിവേഴ്സ് ഓർഡർ ആയിട്ടും വരാം. അതാണ് ഇവിടുന്ന് മനസ്സിലാക്കേണ്ട. റിവേഴ്സ് രീതിയിലും വരാം. ഇപ്പോൾ എന്താണ് ക്യൂവിനാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ക്യൂവിനെ എന്ത് ചെയ്യുക, അതേപോലെ റിവേഴ്സ് ഓർഡറിൽ എടുക്കാം. -1 തന്നെ എടുക്കുക. റിവേഴ്സ് ഓർഡർ എടുത്താൽ ക്യൂവിന് കറസ്പോണ്ടിങ് വരുന്ന അവസാനത്തെ ആളായിരിക്കും. തെറ്റിപ്പോരുന്നത് അവസാനത്തെ ആളായിരിക്കും. അതായത് -1 ക്യൂവിന് തൊട്ട് പുറകിലത്തെ 17 1 കുറച്ചാൽ 16 P. ലാസ്റ്റിൽ P വരുന്ന ഓപ്ഷൻ ആൻസറായി. ബാക്കി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. U-1 യുവിൻ്റെ തൊട്ട് മുമ്പത്തെ ലെറ്റർ എന്താണ് T. ഇയുടെ തൊട്ട് മുമ്പത്തെ ലെറ്റർ D. ഇയുടെ വീണ്ടും തൊട്ട് മുമ്പത്തെ D. ഇപ്പോൾ എല്ലാം -1 തന്നെയാണ്. എന്നിന് തൊട്ട് മുമ്പത്തെ M. ഓക്കെ, ആൻസറായി. നമുക്ക് ഒരാളെ കിട്ടിയപ്പോൾ തന്നെ ആൻസറായി. നിങ്ങൾ ഇവിടെ എടുത്താലും ഈ എന്നിനെ കറസ്പോണ്ടിങ് എടുത്താലും M വരും. M വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. അങ്ങനെ എടുത്താലും എന്ത് ചെയ്യാം, ആൻസറാണ്. അതെങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ എന്തായാലും എല്ലാ ഓപ്ഷൻ്റെ ഫസ്റ്റ് ലെറ്ററും ലാസ്റ്റ് ലെറ്ററും ഡിഫറൻ്റ് ആണ്. അപ്പോൾ പിന്നെ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ റിവേഴ്സ് ഓർഡർ വരാമെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇവിടെ എന്താണ് കോഡിങ് എന്ന് നോക്കാം. കിൻ എന്ന് പറയുന്ന വേർഡാണ് KINPRN. ഓക്കെ, K to P കണക്ട് ചെയ്യാം. എന്നാണ് 11 16 +5 എന്ന് കണക്ട് ചെയ്യാം. വീണ്ടും I to R എടുത്താൽ I9 R 18 അവിടെ +9 എന്ന് വരും. നോക്കി, നമുക്ക് ത്രെഡിൻ്റെ ആണ് വേണ്ടത്. ഇപ്പോൾ ത്രെഡിൻ്റെ സെയിം നമ്പർ ഓഫ് ലെറ്റേഴ്സ് അല്ല, മനസ്സിലായോ? ഇതിനകത്ത് 3 അക്ഷരമേ ഉള്ളൂ, ഇതിനകത്ത് 3 അല്ല. അപ്പോൾ നോക്കി, ഇവിടെ നമ്മൾ +5 എടുത്താൽ വരുമോ നോക്കി. T20 25 25 Y തുടങ്ങുന്ന ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. അതിൻ്റെ അർത്ഥം നമ്മൾ കണ്ടുപിടിച്ച രീതി തെറ്റാണ്. റിവേഴ്സ് ആണോ നോക്കിയാൽ റിവേഴ്സും വരാനുള്ള സാധ്യതയില്ല. റിവേഴ്സ് എടുത്താലും K to M എടുത്താൽ KM എന്ന് പറയുമ്പം +2 ആണ്. അങ്ങനെയാണ് ത്രെഡിൻ്റെ എടുത്താൽ അങ്ങനെ വരുമോ? ത്രെഡിൻ്റെ എടുത്താൽ +2 എന്നുള്ള രീതി റിവേഴ്സ് എടുത്താൽ, ഇവിടെ +2 റിവേഴ്സ് എടുത്താൽ ലാസ്റ്റ് വരേണ്ടത് V ആണ്. V ലാസ്റ്റ് എൻഡ് ചെയ്യുന്ന ഓപ്ഷനും ഇല്ല. അപ്പം റിവേഴ്സും അല്ല നേരെയല്ല. അടുത്ത ചാൻസ് എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. K to P നിങ്ങൾ നോക്കുമ്പോൾ തന്നെ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ശ്രദ്ധിച്ചേ, K P ഓപ്പോസിറ്റ് അല്ലേ.
അപ്പോൾ അതിനാണ് ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ മനസ്സിലാക്കണം എന്താണ് ഓപ്പോസിറ്റ് ആണ്, എല്ലാം ഓപ്പോസിറ്റ് അല്ലേ. ഐയുടെ ആറ് നോക്കിയേ, ഐ ആറ് ഓപ്പോസിറ്റ് അല്ലേ, എൻ എം ഓപ്പോസിറ്റ് അല്ലേ. ഇപ്പോൾ കാര്യം മനസ്സിലായി. എല്ലാത്തിൻ്റെ എന്ത് ചെയ്താൽ മതി, ഓപ്പോസിറ്റ് എടുത്താൽ മതി. ടിയുടെ ഓപ്പോസിറ്റ് നോക്കിയാൽ ആരാണ്, ജി. എച്ചിന് ഓപ്പോസിറ്റ് ആരാണ്, എസ്. ആറിന് ഓപ്പോസിറ്റ് ആരാണ്, ഐ. ജി എസ് ഐ മൂന്ന് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നോക്കാം. ഇയുടെ ഓപ്പോസിറ്റ് ആരാണ്, വി. എയുടെ ഓപ്പോസിറ്റ് ഇസഡ്. ഡിയുടെ ഓപ്പോസിറ്റ് ഡബ്ല്യു. ഈ ഓപ്ഷൻസ് എല്ലാം ടൈറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഫുള്ളും കണ്ടുപിടിച്ചത്. ഇപ്പോൾ എന്താണ് ആൻസർ വരുന്നത്, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഫൈനൽ ആൻസർ വരുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ തെറ്റിപ്പോരുത്. ഓപ്ഷൻ സിയും അതേ അക്ഷരങ്ങൾ തന്നെയാണ്. ആര് ആണ്, വി ഇസഡ് ഡബ്ല്യു എന്നാണ്. ഇവിടെ വി ഡബ്ല്യു ഇസഡ്. അതൊക്കെ ശ്രദ്ധിച്ചെടുക്കുക. നിങ്ങൾ തെറ്റിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഇടുന്നത്. അതിൽ തെറ്റിപ്പോരുത്. ജി എസ് ഐ വി ഇസഡ് ഡബ്ല്യു ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആൽഫബറ്റ് ടു ആൽഫബറ്റ് അത്രേ ഉള്ളൂ. ഇനി നമ്മൾ ആൽഫബറ്റ് ഒരു നമ്പറാണ്. ആ ഒരു കോഡിങ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇപ്പം നമ്പർ വരുമ്പം ഓരോ ആൽഫബറ്റ് നമ്പറുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ എന്താണ്, നമ്മൾ ഈ പഠിച്ച പൊസിഷൻ വാല്യൂ തന്നെ വെച്ചിട്ടായിരിക്കും. മനസ്സിലായി. അല്ലാതെ ആൽഫബറ്റ് നമ്പറുമായിട്ട് വേറെ ബന്ധമൊന്നുമില്ല. അപ്പോൾ ഈ പഠിച്ച പൊസിഷൻ വാല്യൂ വെച്ചിട്ടാണ് കണക്ട് ചെയ്യണം. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇപ്പോൾ ഇവിടെ എന്താണ് സേർട്ടൺ കോഡ് ലാംഗ്വേജ് ഇങ്ങനെ പറയും. പക്ഷെ എന്താണ് ആൽഫബറ്റ് പകരം എന്ത് വരും, നമ്പർ വരും. ഇപ്പോൾ നോക്കി ലിറ്റ് എന്നുള്ളത് LIT എന്നുള്ളത് 12920. ഇപ്പോൾ നോക്കിയേ ഈ എല്ലും. ഇപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒന്നും ചെയ്യാനില്ല. ഈ എല്ലിൻ്റെ പൊസിഷൻ വാല്യൂ നോക്കാം. 12 അല്ലേ, ആ 12 അല്ലേ കിടക്കുന്നത്. വീണ്ടും ഐ നോക്കിയേ, ഐയുടെ പൊസിഷൻ വാല്യൂ 9 ആണ്, ആ 9 അല്ലേ കിടക്കുന്നത്. ടി നോക്കിയേ, ടി 20 അതന്നല്ലേ കിടക്കുന്നത്. അതായത് ഓരോന്നിൻ്റെയും പൊസിഷൻ വാല്യൂ തന്നെയാണ്. ഓക്കെ, നമ്മൾ അല്ലാതെ പെട്ടെന്ന് നോക്കുമ്പോൾ ഇത് 1 ആയിട്ട് എടുക്കണോ 12 ആയിട്ട് എടുക്കണോ എന്നൊക്കെ ഡൗട്ട് വരും. നിങ്ങളതൊന്നും ശ്രദ്ധിക്കേണ്ട. എന്ത് ചെയ്യുക, ഡയറക്റ്റ് അതിൻ്റെ പൊസിഷൻ വാല്യൂ തന്നെ അങ്ങ് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യം ക്ലിയർ ആവും. അപ്പോൾ അതേപോലെ എന്ത് ചെയ്താൽ മതി, ദാറ്റിനെ അതേപോലെ എടുത്താൽ മതി. ടി 20, എച്ച് 8. ഓപ്ഷനിലേക്ക് നോക്കി ആൻസറായി. ഓപ്ഷൻ സി അല്ലേ, ബാക്കി എടുക്കാൻ നാണ്ട. എ എടുത്താൽ 1, ടി എടുത്താൽ വീണ്ടും 20. നമ്മളെടുത്ത ആൻസർ കറക്റ്റ് അല്ലേ. 28 1 20 എന്നുള്ള രീതി വരും. ഓപ്ഷൻ സി ആണ് ഇവിടെ ഫൈനൽ ആൻസർ വരും. അപ്പോൾ കാര്യം ക്ലിയർ ആയി. അപ്പോൾ ഇങ്ങനെയാണ് ആൽഫബറ്റ് ടു നമ്പറിൻ്റെ കോഡിങ് വരുന്നത്. ഈ ക്വസ്റ്റ്യൻ നോക്കാം. ടി എന്ന് പറയുന്ന വേർഡ് 20 ആണോ 20 ആണോ നമുക്ക് ആദ്യമേ പറയാൻ പറ്റില്ല. അപ്പോൾ അത് അങ്ങനെ തന്നെ എഴുതാം. എന്നിട്ട് നോക്കാം. ടിയുടെ 20 ആണ്, അപ്പോൾ അതാണ് 20 എന്ന് തന്നെ ഉറപ്പിക്കാം. ഈ 5 വരുന്നുണ്ട്, അതിന് നേരെ തന്നെ വന്നുകൊണ്ട് ഈ 5. വീണ്ടും N 14. ഇപ്പോൾ ഇവിടെ എന്താണ് നേരത്തെ ചെയ്ത പോലെ തന്നെ സിമ്പിൾ എന്ത് ചെയ്യുക, എൻ്റർ എന്ന് പറയുന്ന വേർഡിൻ്റെ ആ പൊസിഷൻ വാല്യൂ എടുക്കുക. ഡയറക്റ്റ് പൊസിഷൻ വാല്യൂ തന്നെ എടുത്താൽ മതി, വേറെ ഒന്നുമില്ല. ഇപ്പോൾ ഈയുടെ പൊസിഷൻ വാല്യൂ നിങ്ങൾക്ക് അറിയാം 5. നിങ്ങൾ കുറേ ചെയ്യുമ്പോൾ നിങ്ങൾ ആ പൊസിഷൻ വാല്യൂ ഒക്കെ കുറേ ആൽഫബറ്റ് നിങ്ങൾ കാണാതെ അങ്ങ് പഠിക്കും. എന്നിൻ്റെ 14, ടിയുടെ 20, ഈയുടെ വീണ്ടും 5, ആറിൻ്റെ 18. ഓക്കെ, ഇവിടെ ഓപ്ഷൻസ് ടൈറ്റ് ആയതുകൊണ്ട് ഞാൻ ഫുള്ളും ചെയ്തേ. 5 14 25 18 ഏതാണ്, ഓപ്ഷൻ ഡി ആണ് ഫൈനൽ ആൻസർ വരും. ചെയ്തിട്ട് വളരെ ശ്രദ്ധിച്ച് എന്ത് ചെയ്യുക, ഓപ്ഷൻ നോക്കുക. നമ്പേഴ്സ് എല്ലാം ഒരേപോലുള്ള നമ്പേഴ്സാണ്, ശ്രദ്ധിച്ചെടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമുക്ക് നമ്പേഴ്സിനിടയ്ക്ക് ഐഫനിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഐഫനിട്ട് തന്നേക്കുന്നതിൻ്റെ അർത്ഥം ഇതിനെ നമ്മൾ 10 ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. മനസ്സിലായി. അതായത് 10 എന്നുള്ള രീതി എടുക്കണ്ട, 10 13 അങ്ങനെ തന്നെയാണ് എടുക്കേണ്ടത്. അതിനാണ് ഐഫനിട്ട് തന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹൗസ് എന്ന് പറയുന്ന വേർഡിനെ 10 13 23 അതാ സെപ്പറേറ്റ് ഒരു നമ്പറായിട്ട് തന്നെയാണ് എടുക്കേണ്ടത്. അതിനാണ് ഐഫൻ ഇട്ടേക്കുന്നത്. 17 7. ഇപ്പോൾ നമുക്ക് നോക്കാം, നേരെ ആണോ നോക്കാം. എച്ചിൻ്റെ ഒറിജിനൽ പൊസിഷൻ വാല്യൂ 8 ആണ്, പക്ഷേ വന്നേക്കുന്നത് 10 ആണ്. വീണ്ടും ഓയുടെ 15 ആണ്, പക്ഷെ വന്നേക്കുന്നത് 13 അല്ലേ. വീണ്ടും യു എന്ന് പറയുന്നത് 21, പക്ഷേ 23. എന്തൊക്കെ ഒരു അടുത്തടുത്ത് വരുന്നില്ല. അപ്പോൾ നോക്കാം, എച്ചിൻ്റെ ഓൾറെഡി 8 ആണ്, അതായത് അതിനോട് ഒരു 2 കൂടെ ആഡ് ചെയ്തതല്ലേ. വീണ്ടും ഓയുടെ 15 ആണ്, പക്ഷെ വന്ന 13. അപ്പോൾ ഒരു 2 എന്താണ് ആഡ് ചെയ്തേക്കുമല്ല, സബ്ട്രാക്ട് ചെയ്തേക്കുവാണ്. യു 23, യു എന്ന് പറയുന്നത് 21. അപ്പോൾ അവിടെ എന്താണ് വീണ്ടും എന്താണ് ആഡ് ചെയ്തിരിക്കുകയാണ്. എസ് 17 ഓക്കെ, സബ്ട്രാക്ട് ചെയ്തിരിക്കുകയാണ്. ഈ 7 ഈ 5 അവിടെ ആഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ കാര്യം മനസ്സിലായോ. +2 -2 എന്നുള്ള ഓർഡർ വരും. നമുക്ക് ചോദിച്ചേക്കുന്ന റിഹേഴ്സ് എന്ന് പറയുന്ന വേർഡാണ്. അപ്പോൾ ഇവിടെ ഏത് ഓർഡറിൽ വന്നോ അതേ ഓർഡറിൽ തന്നെ എടുക്കുക. +2 -2 +2 -2 അത് അതേ ഓർഡറിൽ തന്നെ എടുക്കുക. ഇപ്പോൾ നോക്കിയാൽ എന്നാണ് വരുന്നത്, R +2 18 2 20. അപ്പോൾ 20 ഈ -2 5 2 കുറച്ചാൽ 3 20 3. ഓപ്ഷനിലേക്ക് നോക്കി ആൻസർ ആയില്ലേ. ഫുള്ള് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഓപ്ഷനോടെ നോക്കി ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ബാക്കി എടുത്താൽ ഇത് തന്നെയല്ലേ ഒരു H +2 10 വരും.
ഇതേ രീതിയിൽ തന്നെ പോകും, ഞാൻ ഫുൾ എഴുതുന്നില്ല. ഈ ഒരു നമ്മൾ എടുത്ത ആൻസർ എങ്ങനെ വന്നോ അതേപോലെ തന്നെ വരും. കാരണം 23 സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. 23 സ്റ്റാർട്ട് ചെയ്യുന്ന 2 ഓപ്ഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ ഏതാണെന്ന് ബാക്കിയോട് നോക്കിയിട്ട് കണ്ടുപിടിക്കേണ്ടി വരും. പക്ഷെ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇത് നോക്കാം. ഇയർ 235 ഇപ്പം എങ്ങനെയാണ് വന്നതെന്ന് നോക്കാം. ഇയർ 235 ടീക്ക് എന്നുള്ളത് ഇവിടെ 2 തന്നിട്ടുണ്ട്. ഇപ്പോൾ 2 ഒരേ രീതിയിലാവണം. നമുക്ക് ചോദിച്ചേക്കുന്ന കരാട്ടെ എന്ന് പറയുന്ന വേർഡാണ്. അപ്പോൾ നോക്കി ഇയുടെ ഒറിജിനൽ വാല്യൂ 5 ആണ്. 5 2 -3 എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അടുത്ത് എടുക്കുമ്പോൾ 1 ഇവിടെ 3 ആണ്. വീണ്ടും 6 എടുക്കുമ്പോൾ 6 18 ആണ്. 5 യാതൊരു ബന്ധമില്ല. ഇപ്പം എന്താണ് കാര്യം നോക്കിയേ. നമുക്ക് ചോദിച്ചേക്കുന്ന വേർഡ് കരാട്ടെ അല്ലേ. ഇവിടെ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഈ കരാട്ട എന്ന് പറയുന്ന വേർഡിലെ എല്ലാ ലെറ്റേഴ്സും നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യൻ വന്നിട്ടില്ലേ. എന്നാണ്ട് കെ വന്നിട്ടുണ്ട്, എ വന്നിട്ടുണ്ട്, ആർ വന്നിട്ടുണ്ട്, ടി വന്നിട്ടുണ്ട്, ഇ വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ചോദിച്ചേക്കുന്ന വേർഡിലെ ലെറ്റേഴ്സ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ കണക്ഷൻ ഒന്നും വരുന്നില്ല എങ്കിൽ ഇവിടുത്തെ രീതി എന്ന് പറഞ്ഞാൽ ഓരോ അക്ഷരത്തിനും ഒരു സെപ്പറേറ്റ് നമ്പറാണ്. അതായത് ഇ എവിടെ വന്നാലും 2, എ എവിടെ വന്നാലും 3, ആ രീതിയിലാണ് അവിടെ പോകുന്നത്. അതായത് ടീക്ക് എന്ന് പറഞ്ഞ വേണ്ടിനകത്ത് ഈ ടി എവിടെ വന്നാലും 7, ഇ എവിടെ വന്നാലും 2, അതാണ് അതിൻ്റെ മീനിങ്. ആണ്ടാണ്ടോ എ ഇവിടെ വന്നപ്പോൾ 3 അല്ലാണ്ട് എ ഇവിടെ വന്നപ്പോഴും 3 ആണ്. ഇപ്പോൾ ഒന്നുമില്ല, നമുക്ക് വേണ്ട കരാട്ടെ എന്ന് പറയുന്ന വേർഡല്ലേ. ഇപ്പോൾ നോക്കുക, കെയ്ക്ക് എന്ത് വരും, കെയ്ക്ക് 8 വരും. അത് ഇതിൽ നിന്ന് എടുത്താൽ മതി. കെയ്ക്ക് 8 വരും. എ എവിടെ വന്നാലും എന്താണ് 3. ഇപ്പം ഫിക്സഡ് നമ്പറാണ്, മനസ്സിലായോ. ഒരു അക്ഷരത്തിന് ഫിക്സഡ് ഒരു നമ്പറാണ്. അതെങ്ങനെ മനസ്സിലാവുമെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് കണക്ഷൻ ഒന്നും വരുന്നില്ല. ചോദിച്ചേക്കുന്ന വേർഡ് ലെറ്റേഴ്സ് എല്ലാം വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതായിരിക്കും അവിടെ വരുന്നത്. ഓക്കെ, ഇപ്പോൾ 6ൻ്റെ കിട്ടണമെങ്കിൽ ഇതാണ്ട 6ൻ്റെ 5 ആണ്. ഇപ്പോൾ 6 5 8 3 5 8 3 5 എന്ന് വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നോക്കിയാണ്ട് 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ഏതാണെന്ന് നോക്കുക. അടുത്ത് നോക്കിയാൽ വീണ്ടും എ അല്ലേ. അപ്പോൾ എയ്ക്ക് വീണ്ടും എന്ത് വരും, എയുടെ 3 ആണെന്ന് ഫിക്സ് ആണല്ലോ. അപ്പോൾ എയുടെ വീണ്ടും 3. ഇപ്പോൾ ഏതാണ് ബാക്കി എടുത്തായിരുന്നാണ് ടിക്ക് 8, വീണ്ടും ഇക്ക് എന്ത് വരും, ഇക്ക് വീണ്ടും 2 വരും. എന്തായാലും നമ്മുടെ ആൻസർ സോറി ടിക്ക് 7 നമ്മുടെ എടുത്ത ആൻസർ എന്താണ്, ശരിയാണ്. ഓക്കെ, കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ ഡി ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരും. ഈ ക്വസ്റ്റ്യൻ നോക്കാം. എക്ക് 2, ഒക്ക് 30, എക്സിന് 48. അങ്ങനെയാണെങ്കിൽ സോ എന്ന് പറയുന്ന വേർഡിൻ്റെ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ എന്താണ് കണക്ഷൻ നോക്കി. എയുടെ 1 ആണ് പക്ഷേ വന്നിരിക്കുന്നത് 2 ആണ്. ഒയുടെ 15 ആണ് പക്ഷേ വന്നിരിക്കുന്നത് 30 ആണ്. എക്സിൻ്റെ 24 ആണ് വന്നിരിക്കുന്നത് 48 ആണ്. എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. എന്താണ് അതിൻ്റെ ഇരട്ടിയല്ലേ. അതായത് പൊസിഷൻ വാല്യൂവിനെ എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. ക്ലിയർ ആയോ. അപ്പോൾ ഇവിടെ പക്ഷേ 3 അക്ഷരങ്ങളാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, അവിടെ പൊസിഷൻ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പക്ഷേ നമുക്ക് ആൻസർ വന്നേക്കുന്ന ഒറ്റ നമ്പറായിട്ടല്ലേ. അപ്പോൾ എന്താണ് കാര്യം, അതെല്ലാം അവിടെ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. അതായത് എസിൻ്റെ നിങ്ങളെടുത്ത് 19 അല്ലേ, 19 × 2 എത്ര വരും, 38 വരും. എയുടെ ഇരട്ടി എടുത്താൽ 2 വരും. ഡബ്ല്യുവിൻ്റെ എടുത്താലോ, ഡബ്ല്യുവിൻ്റെ എടുത്താൽ 23 വരും. ഇരട്ടി എടുത്താൽ 46 വരും. അപ്പോൾ ഇത് 32 46 ഇങ്ങനെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഇവരെല്ലാം കൂടെ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. 40 46 കൂട്ടിയാൽ 86 വരും. ഓപ്ഷൻ ഡി വരും. അപ്പോൾ ഇങ്ങനെയും വരാം, പൊസിഷൻ വാല്യൂവിനെ മൾട്ടിപ്പിൾ ആയിട്ട് വരാം എന്നുള്ള കാര്യമാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഈ ക്വസ്റ്റ്യൻ നോക്കാം. ടേക്ക് ക്യാറ്റ് കേക്ക്. അപ്പോൾ നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം എന്താണ് കേക്ക് എന്ന് പറയുന്ന വേർഡിലെ അക്ഷരങ്ങളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള രീതിയിൽ എടുത്താൽ മതി. ഇപ്പോൾ നോക്കി, സിയുടെ കിട്ടണമെങ്കിൽ ഇതാണ് സി വരുന്ന വാക്ക് ക്യാറ്റ്. അപ്പോൾ ആദ്യത്തെ സി ആണ്. അപ്പോൾ ആദ്യത്തെ നമ്പർ 2. ഇപ്പോൾ എ വരുന്ന കിട്ടണമെങ്കിൽ എ ഇവിടെ ഉണ്ട്, ഇതിനകത്തുണ്ട്. രണ്ടിടത്തും ഒരുപോലെ വരും. അവിടെ ഇവിടെ 9 ആണ്. എ രണ്ടാമത്തെ 9 അല്ലേ, ഇവിടെ രണ്ടാമത്തെ 9 അല്ലേ. അപ്പോൾ എ എവിടെ വന്നാലും 9. കെയുടെ കിട്ടണമെങ്കിൽ കെ ഉള്ളതാണ് ടേക്ക് എന്ന് പറഞ്ഞ വേർഡ് മൂന്നാമത്തെ നമ്പർ 1. അപ്പോൾ കെ എവിടെ വന്നാലും 1. 2 9 1 ആൻസറായി. ഓപ്ഷൻ സി ആണ്. 2 വരുമ്പോൾ തന്നെ ആൻസർ ആയിരുന്നു, ഞാൻ നോക്കിയില്ല. ഇവിടെ 2 കിട്ടുമ്പോൾ തന്നെ ആൻസർ ആയി. ഓരോ ഓപ്ഷനേ ഉള്ളൂ 2 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ചെയ്യേണ്ട രീതി. ഓക്കെ, അപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കോഡിങ് ഡീകോഡിങ് ആണ് പഠിച്ചത്. അതിനകത്ത് തന്നെ ആൽഫബറ്റ് പഠിച്ചു, ആൽഫബറ്റ് നമ്പർ പഠിച്ചു. അപ്പം ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾക്ക് കോഡിങ് ഡീകോഡിങ് എന്ന് ചോദിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദിശ ആപ്പിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.